Hello everyone. നമസ്കാരം. സൗമ്യ സെറ്റ് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് റെസിപ്പിയാണ്. ഒരു ആന്ധ്ര സ്റ്റൈൽ ഫിഷ് റെസിപ്പി. ഓക്കെ, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അത് കേട്ടോ. പക്ഷെ ഞാൻ അത്രയും സ്പൈസിന് ഇട്ടിട്ടില്ല, കാരണം നമ്മൾ കേരളൈറ്റ്സിന് അത് താങ്ങാൻ പറ്റില്ല. പൊതുവെ ആന്ധ്രക്കാർ ഒരുപാട് എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഞാനിതിൽ 8 പീസ് മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ 3 ദശക്കട്ടിലെ മീൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 3 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് മുറിച്ചത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഞാൻ പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണത്, വാളംപുളി കേട്ടോ. ഞാനിതിൽ 2 സ്പൂൺ കാശ്മീരി ചില്ലിയും 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ടീസ്പൂണാണ് 2 കണക്കും. മല്ലിപ്പൊടി മുളകും ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂണിന് മുകളിൽ വെന്തയം എടുത്തിട്ടുണ്ട്, അതായത് ഉലുവ, 1/4 ടീസ്പൂൺ കായം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആവശ്യത്തിന് എണ്ണ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനിപ്പോ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൊണ്ട് തോന്നും, അതാ പൊട്ടിത്തെറിക്കണേ. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവ ഒരു ഇട്ട് കഴിഞ്ഞാൽ വേഗം ഫ്ലെയിം ചുരുക്കിയിട്ട് അതിലേക്ക് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ തന്നെ വെങ്കായം കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മുട്ടിച്ച് സവോള കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഇപ്പൊ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം, മറന്നുപോയി കൂട്ടാൻ. എന്താ ഇപ്പൊ തന്നെ നല്ല മണം വരുന്നു. ഞാനിതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് മാറണം. ഇപ്പൊ സവോളയുടെ പച്ചമണം വിട്ടു കഴിഞ്ഞു. ഈ മഞ്ഞപ്പൊടി ലേശം ഒന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആവാൻ മീൻസ് മഞ്ഞപ്പൊടിയുടെ പച്ചമണ്ണം ഒന്ന് വിടണം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളിയൊക്കെ ഉണ്ടല്ലോ ശരിക്കും നല്ല പേസ്റ്റ് പോലെ ആവണം. നമുക്കിതിനെ കടിക്കാനൊന്നും കിട്ടാൻ പാടില്ല. അപ്പം അത്രയാവണതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒപ്പം തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ആന്ധ്ര സ്റ്റൈൽ, അതായത് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ എടുക്കണം. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലിയും 1.5 സ്പൂൺ റെഡ് ചില്ലി പൗഡറും എടുക്കണം. അപ്പോഴേ ശരിക്കും നല്ല കളറും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആന്ധ്ര ഫിഷ് കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പൈസിയാണ്. നമ്മുടെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് സമയമെടുത്ത് വഴറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം. കുറച്ച് ഫ്ലെയിം ചുരുക്കി വെച്ച് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റുക. കാരണം അതിൻ്റെ പച്ച മണം ഒന്ന് വിടണം. അതുവരെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്നാവുന്ന ഒരു ഫിഷ് കറിയാണ്. ഒരുപാട് ടൈം ടേക്കിംഗ് ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാട് എണ്ണ ആക്കുന്നില്ല. അച്ഛനിപ്പോൾ ഇവിടെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല അധികം എണ്ണ. അപ്പോൾ ഞാൻ ആകപ്പാടെ 2-3 സ്പൂണേ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കുറച്ചും കൂടെയൊക്കെ അവർ എണ്ണ ചേർക്കാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറൊക്കെ യൂസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എനിക്ക് ഇതാണ് പ്രിഫറൻസ്. ഞാൻ യൂസ്ഡ് ആണ് ഇങ്ങനെ. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിനർ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമുക്കതൊരു വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായി തിളക്കട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നന്നായി തിളക്കട്ടെ. എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഒരു ആന്ധ്ര മെസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ആന്ധ്ര വെറൈറ്റി ഫുഡ് കിട്ടും. പക്ഷെ എല്ലാം നല്ല സ്പൈസി ആയിരിക്കും. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതും ആന്ധ്ര ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഫിഷ് കറി ആണെങ്കിലും ശരി, ആന്ധ്ര ഫിഷ് കറി പക്ഷെ ഭയങ്കര സ്പൈസിയാണ്. ഞാനൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ പോലും നമ്മൾ ഭക്ഷണം കഴിക്കണത് അറിയില്ല. നിറയെ ഭക്ഷണം കഴിക്കും, പക്ഷെ ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് നമ്മൾ കണ്ണുകൂടി മൂക്കുകൂടി ഒക്കെ വെള്ളം വരും. അത്ര സ്പൈസിയാണ് അവരുടെ ഫുഡ്. കയ്യിലൊരു ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു ടവലൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ വിയർക്കുന്നുണ്ടാവും.
ഞാനിപ്പോൾ അത്ര ഇട്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ആകെ 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കണേ. നിങ്ങൾ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ ഇട്ടോളൂ. സ്പൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ നമ്മുടെ സാധാരണ സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്തോളൂ. അല്ലാതെ നിങ്ങൾക്ക് കളർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തോളൂ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മുളക് പൊടി ചേർക്കുന്നതനുസരിച്ചിട്ട് ഈ ഗ്രേവിക്ക് കൊഴുപ്പും വരും. എൻ്റെ ഗ്രേവി എത്ര കൊഴുപ്പുണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുളക് പൊടി കുറവാണ് യൂസ് ചെയ്തിരിക്കണേ. ഞാനിപ്പോൾ കുറേ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്താലേ എൻ്റെ അച്ഛനെ എനിക്ക് ചീത്ത വെക്കും. അതുകൊണ്ട് മാക്സിമം ഇടാൻ പറ്റുന്നത് 2 സ്പൂണേ ഉള്ളൂ. അതാണ് ഞാൻ ഇട്ടിരിക്കണേ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഈ മീനെ കട്ട്ലിയും രോഹവും അല്ല കേട്ടോ. ഇതിന് വേറെന്തോ ഒരു പേര് പറഞ്ഞു വരും, എനിക്ക് മറന്നുപോയി. ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ മറന്നു ആ പേര്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഇതിന് മുള്ളു ഭയങ്കര കുറവായിരിക്കും അത്ര. ശരിക്കും പറഞ്ഞാൽ കട്ട്ലിയിലും രോഹുലൊക്കെ നിറച്ച് വൈ മുള്ളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര കെയർഫുള്ളായി കഴിച്ചാൽ ഈ തൊണ്ടയിൽ കുത്തും. ഇത് പിന്നെ അങ്ങനെയല്ല, ഇതിൽ മുള്ളു കുറവാണെന്നാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ പേര് ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു കേട്ടോ. പക്ഷെ എൻ്റെ വായിൽ നിൽക്കണില്ല, ആ പേര് മറന്നു വന്നു തോന്നുന്നു. ഞാൻ ഇവിടെ എത്ര നേരം മനസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നു എവിടെയെങ്കിലും എഴുതി വെക്കാതെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെയും മറന്നുപോയി. അപ്പം അത് ക്ഷമിക്കുക. നമുക്കത് പക്ഷെ ഏത് മീനിലും ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ ഇതിൽ ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ഉപ്പ് പോരാ തോന്നുന്നു. ഇപ്പം കൂടെ വെള്ളമൊന്നുണ്ടോ? ഇപ്പം തന്നെ നല്ല എരിവുണ്ട് കേട്ടോ. ഞാനൊരു ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കട്ടെ. ഞാനാണെങ്കിൽ മീനും ഇട്ടുപോയി. ഉപ്പ് ശരിക്കും മീൻ ഇടുന്നതിന് മുമ്പേ നോക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ കെയർഫുള്ളായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മീൻ കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ചാറൊക്കെ ഗ്രേവി അത്യാവശ്യം കൊഴുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയി, നോക്കട്ടെ. ഇത് കണ്ടോ, ഗ്രേവിയൊക്കെ ഈ ഒരു ഇത്രയും കുറുക്കണം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, മതി. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഓഫ് ചെയ്യണം. ഇതിൻ്റെ ക്ലോസ് ലുക്ക് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ്. ഞാനത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ, കാരണം പലർക്കും ഒരു ധാരണയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന്. വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ 1 രൂപ ചിലവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ക്ലോസ് ലുക്ക് ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ക്ലോസ് വ്യൂ.